ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സ്വർണ്ണപ്പാളി വിറ്റത് ഏത് കോടീശ്വരനാണെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ ചോദിച്ചു. ഗൗരവതരമായി ഞങ്ങളുടെ ഡിമാൻഡ് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. സർ, അതിന് സർക്കാരിന്റെ തീരുമാനം പ്രഖ്യാപിക്കണം. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷത്തെ മന്ത്രിമാർ കടന്നാക്രമിച്ചു. വിവാദങ്ങളിൽ പ്രതിരോധം തീർത്തു. KN ബാലഗോപാലിന്റെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം കൂകി വിളിച്ചു. സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞേ? സുപ്രീം കോടതി പറഞ്ഞു ഫൈൻ അടിക്കണമെന്ന് ചോദിച്ചാൽ മെമ്പർമാരുണ്ടല്ലോ ഇവിടെ. സുപ്രീം കോടതി എത്രയോ കാലമായിട്ട് കാര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഇത് മേടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. സാർ ഇത് ഒരു കോടതിയിൽ പോയി തോറ്റിട്ട് കോടതി പറഞ്ഞത് എന്തിനാണെന്ന് പറയുന്നത് കോടതിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സാർ. നിലവിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ അനുകൂല നിലപാടുമായി 24നോട് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണം. തെറ്റുകാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം എന്ന് G. സുകുമാരൻ നായർ പറഞ്ഞു. ഇത് കണ്ടുപിടിക്കാൻ സർക്കാർ താൽപര്യം കാണിക്കുന്നുണ്ടെന്നും G. സുകുമാരൻ നായർ പ്രതികരിച്ചു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇപ്പം വലിയൊരു വിവാദം നടക്കുന്നു. നമ്മുടെ ഒരു നിലപാട് എന്താണെന്ന് അറിയാൻ. നമ്മുടെ ഒരു നിലപാടുമില്ല. ഗവൺമെന്റ് അതിന്റെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ കോടതി മുതൽ താഴോട്ട് എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ട്. അത് കണ്ടുപിടിക്കാൻ ഗവൺമെന്റ് അതിനകത്ത് താല്പര്യം എടുത്തിട്ടും ഉണ്ട്. ഇതിങ്ങനെ കാണാതെ പോയതൊക്കെ ഒരു വലിയ തെറ്റ് തന്നെയല്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ? അത് ഇത് മാത്രമല്ലല്ലോ, എല്ലാ മോഷണവും തെറ്റല്ലേ? ഇത് അതിന് വലിയ തെറ്റാണ് ഭഗവാന്റെ ഇത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ നിലപാടുകൾ അതിനെ സംബന്ധിച്ച് സത്യമായ വിധത്തിൽ അന്വേഷണം നടത്തി ആളുകളെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അവരെ ശിക്ഷിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മുതല് തിരിച്ചെടുപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. വിവരങ്ങളുമായി ഇപ്പോൾ R. ശ്രീജിത്ത് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആ വിവാദം കത്തുന്ന സമയമാണ്. പ്രതിപക്ഷം അത് നിയമസഭയിൽ ഉയർത്തുന്നു. പുറത്തേക്ക് പ്രക്ഷോഭം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നു. വരും ദിവസങ്ങളിലും ഇത് സജീവ ചർച്ചയാക്കി നിർത്തുകയല്ലേ പ്രതിപക്ഷ ലക്ഷ്യം? ശ്രീജിത്ത്, തീർച്ചയായും ശബരിമല വിഷയവുമായി, വിശ്വാസ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമെന്ന നിലയിൽ ഇതിനെ ഒരു സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്താൻ തന്നെയാണ് കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ UDFിൻ്റെ തീരുമാനം. അതുകൊണ്ടാണ് തുടർച്ചയായ രണ്ടാം ദിവസവും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിൻ്റെ ആകെ പിരിച്ചുവിടലും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായ ഒരു നിലപാടെടുത്തത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തിക്കാണിക്കുന്നത് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ കേവലം ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല വീഴ്ച, അന്നത്തെ ദേവസ്വം ഭരണസമിതിക്കും സർക്കാരിനുമുണ്ട്. അന്ന് തട്ടിപ്പ് നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ 2025 ഇപ്പോൾ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്ക് കൊടുത്തയച്ച ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഇതിൽ പങ്കുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രതിപക്ഷം പ്രധാനമായും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി VN വാസവൻ രാജിവെക്കണം. ഒപ്പം തന്നെ ഈ തട്ടിപ്പുകൾക്കും മോഷണത്തിനുമെല്ലാം കൂട്ടുനിന്ന ദേവസ്വം ബോർഡ് രാജിവെക്കണം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ഡിമാൻഡ്. ഈ വിഷയം മുൻനിർത്തി ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രചാരണ ജാഥകൾ വരാൻ പോകുന്നു. ആ തീരുമാനം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ UDFും പ്രക്ഷോഭപാതയിലേക്ക് വരികയാണ്. ചെങ്ങന്നൂർ മുതൽ പന്തളം വരെ UDFിൻ്റെ വലിയ പദയാത്ര സംഘടിപ്പിക്കും. അത്തരത്തിലുള്ള വലിയ പ്രക്ഷോഭ പരിപാടികളാണ് ഇനി കോൺഗ്രസും UDFും ഈ വിഷയത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.